എന്നാലും വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഒന്നുകൂടെ ടാറിങ് ചെയ്യുമോന്ന് അറിയില്ല. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ കുറച്ച് ഇതാ കണ്ടില്ലേ, ഇവിടെ ഇനിയും റോഡുകൾ വിണ്ട് കയറിയതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഫിനിഷിങ് ആക്കി എന്ന് പറയാൻ പറ്റൂല, ചെയ്ത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ കഴിഞ്ഞ ഭാഗത്താണ് വന്നിട്ടുള്ളത്. NH66 വർക്കിൽ വളരെ പുരോഗതിയുള്ളൊരു ഭാഗം കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് മലാപ്പറമ്പ് ഭാഗം വരെയാണ് പോകുന്നത്. എന്തൊക്കെയാണ് ഈ ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണെന്ന് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് കുറേ വർക്കുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള വർക്കുകൾ എന്തൊക്കെയാണ്, ഹൈവേ തുറന്നു കൊടുക്കാൻ ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഫിനിഷിങ് വർക്കുകൾ, എത്രത്തോളം വർക്കുകൾ ഇനി ബാക്കിയുണ്ട് എന്നിങ്ങനെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കിക്കാണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ, കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയർ ജോയിൻറ്റിങ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ ഇനിയും വർക്കുകൾ ഉള്ള കോഴിക്കോട് ബൈപ്പാസിൽ വരാനുണ്ട്. ഇവിടെയൊക്കെ കാണാം നമുക്ക്. ഈ സൈഡിലൊന്നും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല. ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇനി ബാക്കിയുണ്ട്. ഒരുപാട് വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. അവിടെയൊക്കെ ലൈറ്റിൻ്റെ ക്യാമറൻ്റെ ഒക്കെ കാലുകൾ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഭാഗങ്ങളുടെ കുറച്ച് ഭാഗം മുന്നോട്ട് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനിയും തീരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ തൊണ്ടയാട് വരുന്ന ഫ്ലൈ ഓവർ. അവിടുന്ന് വരുന്ന വാഹനങ്ങളാണിത്. അവ വരുന്ന ഭാഗത്ത് പോലും ഇവിടെ ഒന്നും സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ, ആ വണ്ടി നിൽക്കുന്ന കാറ് നിൽക്കുന്ന ഭാഗത്തൊന്നും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പോലില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് സർവീസ് റോഡുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകളും തീർന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയിട്ട് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ കാഴ്ചകൾ എന്തൊക്കെയാണ് നോക്കാനുണ്ട്. ഇതാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡിലെ സർവീസ് റോഡിൻ്റെ ഒരു വർക്കാണിത്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും തീർന്നിട്ടില്ല. ഇനി ഒരുപാട് വർക്കുകളുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗം കൂടെയാണ്, വെള്ളക്കെട്ടായി നിൽക്കണേ. അപ്പോൾ ഇവിടുന്ന് കമ്പികളൊക്കെ പൊങ്ങി നിൽക്കുന്നതാണ്. കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇനിയും വലിയ വർക്കുകൾ തന്നെ നടക്കാനുണ്ട്. കാണാൻ നമുക്ക് വെള്ളം നിറഞ്ഞ് നിൽക്കണ ഈ ഭാഗത്താണ് ഇനി സ്ലാബുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഇനി കൂടുതലായിട്ട് നടക്കാനുള്ളത്. ഇതിന് സൈഡിലൂടെ ഒരു തോട് പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ വെള്ളം നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയാണ് ഫസ്റ്റ് റീച്ചിൽ തീരാൻ പോകുന്ന. ഉദ്ഘാടനത്തിനൊക്കെ ഒരുങ്ങിയത് പറഞ്ഞ് ഏകദേശം 28.4 കിലോമീറ്റർ വരുന്നുണ്ട്. 4 പോയിന്റോളം വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്കുകൾ ഇനി എത്രത്തോളം നമുക്ക് ഉണ്ടെന്ന് നോക്കാം. ഇന്ന് ഈ ഭാഗത്ത് പുതുതായിട്ട് ഇവിടെ പൊടിയൊക്കെ അടിച്ച് കളയുന്നുണ്ട്. ആ ഭാഗത്തേക്കാണ്. അവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളുണ്ട്. അങ്ങനെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഒരുപാടുണ്ട്. അപ്പോൾ മുന്നോട്ട് പോയ ആ ഭാഗത്തൊക്കെ റോഡ് താഴ്ന്നു പോയിരുന്നു. കുറച്ച് ഭാഗത്തൊക്കെ അതുപോലെ ക്രാഷ് ബാരിയർ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. മലാപ്പറമ്പ് ഭാഗത്ത് കുറേ ഫ്ലൈ ഓവറിൻ്റെ അടുത്തൊക്കെ മണ്ണെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്കുകളൊക്കെ എന്താണെന്ന് നമുക്കിന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് കാണാം സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇങ്ങനെയൊക്കെ കാണാം. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പുഴ പോലെ ആയിട്ടുണ്ട്. ഇവിടെ വെള്ളം അടിച്ച് ആ ഭാഗത്തു നിന്നൊക്കെ വെള്ളം അടിച്ച് ഒഴിവാക്കുകയാണ്. അതിൻ്റെ മുകളിലൂടെയാണ് സർവീസ് റോഡ് മുഴുവനായിട്ടും കോൺക്രീറ്റ് ചെയ്ത് ഒരു പാലം പോലെയാണ് ആക്കുന്നത് തോന്നുന്നത്. അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം വെള്ളക്കെട്ടുകൾ. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇവിടെ വിട്ടത് പോലെ ഉണ്ട്, ക്രാഷ് ബാരിയർ കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങളാണ് അധികവും ഈ കോഴിക്കോട് ബൈപ്പാസിൽ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള എന്താ നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ ഇനിയുണ്ട് കാണാൻ നമുക്ക്. ഇവിടെ ഇതാണ് സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റിങ്ങിൻ്റെ വാളും അതിൻ്റെ മുകളിൽ തന്നെ സ്ലാബുമായിട്ടാണ് വരുന്നത്. ഡ്രൈനേജും ഒരുമിച്ചാണ്, എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ ഇത് വരുന്നത്. ആ ഭാഗത്തൊക്കെ ഇനി
വർക്കുകൾ നടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ഇറ്റാച്ചിയൊക്കെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തു നിന്നുള്ള മണ്ണുകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് മുൻഭാഗത്താണ് ഒരു ജംഗ്ഷൻ വരുന്നത്. ഈ ജംഗ്ഷനിലാണ് നമ്മളൊക്കെ കുറേ ആളുകളോട് അഭിപ്രായങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ ചോദിച്ചിരുന്നത്, എങ്ങനെയായിരിക്കും ഇവിടെ എന്തായിരിക്കും ചെയ്യാന്ന്. ആളുകൾക്ക് ആർക്കും ഒരു അഭിപ്രായം കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ആ ഭാഗത്ത് ഇവിടെ തന്നെ ബോർഡുകൾ വെച്ചിട്ടില്ല. ഇവിടെ ഇതാ ജോയിൻറ്റിങ്, ഒരുപാട് ജോയിൻറ്റിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ജംഗ്ഷനിൽ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാഫിക് പോലീസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ഇവിടെ വലിയൊരു റോഡുണ്ട്. പാനത്തുത്താഴം എന്നാണ് ഈ ഭാഗത്തേക്ക് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ബോർഡിൽ കണ്ടതാണ്. അത് ഇത്രയും വലിയ റോഡൊക്കെ ഉള്ള ഭാഗത്താണ്. ഇവിടെയാണ് അണ്ടർപാസ് ഇല്ല, ഓവർപാസ് ഇല്ല, ഒന്നുമില്ല. കാണാം നമുക്ക് ഇവിടെയൊക്കെ വർക്കുകൾ, സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. 1 മാസം കൊണ്ട് ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുമെന്ന് സംശയമാണ്. ഇതാണ് ഈ ജംഗ്ഷന്. അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ, ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ എല്ലാം കൂടെ ഉണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ്. കാണാം ബസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാം. ഇവിടെ വലിയൊരു ജംഗ്ഷൻ തന്നെയാണ്. ഈ ജംഗ്ഷനിലാണ് അണ്ടർപാസ് ഇല്ല, ഓവർപാസ് ഇല്ല, ഒന്നുമില്ലാത്തൊരു സംഭവമാണ്. എങ്ങനെയായിരിക്കും ഇവിടെ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഈ സൈഡിൽ ക്രാഷ് ബാരിയർ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഹൈവേന്ന് വാഹനങ്ങൾ വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ എല്ലാ വാഹനങ്ങളും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ പോലെയാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അണ്ടർപാസ് കൊടുത്തില്ല, ഓവർപാസ് കൊടുത്തില്ല എന്ന് അറിയില്ല. അതൊക്കെ അവിടെ നിന്ന് വരുന്ന കോഴിക്കോട് ഭാഗത്തുനിന്ന് ബസ്സുകൾ വരുന്നുണ്ട്. ഒരു മിൽമൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് മലബാർ മിൽമ, അങ്ങനെ ഒരു ബോർഡൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഭാവി എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഈ ഭാഗത്ത് കുറച്ച് ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. അവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് കുറച്ച് മുൻഭാഗത്ത്. ഇങ്ങനെ ഹൈവേയിലേക്ക് കയറി വരാനുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ ബസ് വരുന്ന കണ്ടില്ലേ, ഹൈവേനെ ക്രോസ് ചെയ്തിട്ടാണ് ബസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്തായിരിക്കും ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടെ സമരവും ഒന്നും കണ്ടില്ല, ഒന്നും ഉണ്ടായിട്ടൊന്നും കണ്ടില്ല. ഇവിടെ എങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഇനി എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പുതിയൊരു ഹൈവേ വന്നിട്ടും നമുക്ക് ബ്ലോക്ക് തീരുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടത്തെയൊക്കെ വികസനങ്ങൾ എന്ന് വിചാരിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടണം. എന്താണ് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതെന്ന് അറിയുന്നവർ കമൻറ്റിലൂടെ പറയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇവിടെ പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് റോഡ് താഴ്ന്നു പോയത്, വിണ്ട് കീറിയതൊക്കെ. ആ ഭാഗത്ത് ഇപ്പോൾ റീവർക്കായിട്ട് ചെയ്തത് കാണാം. ഒരു വലിയൊരു നേക്കൊന്നും കാണുന്നില്ല, എന്നാലും വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഒന്നുകൂടെ ടാറിങ് ചെയ്യുമോ എന്നറിയില്ല. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം റോഡ് താഴ്ന്നു പോയിന്ന്. ഇവിടെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്കുകളുണ്ട്. കമ്പികളൊക്കെ കാണാം നമുക്ക്. ഇങ്ങനെ കുറച്ച് ഭാഗമുണ്ട്. മലാപ്പറമ്പ് എത്തുന്നതിൻ്റെ കുറച്ച് മുൻഭാഗത്താണത്. ഇവിടെ ഒരു വയൽ ഭാഗമാണ്. അതുകൊണ്ടായിരിക്കാം വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലം കൂടെ ആയിരുന്നു. അതോ ഇവിടെ ഇങ്ങനെ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞൂടെ, അതുപോലെ അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇനിയും റോഡുകൾ വിണ്ട് കയറിയതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഫിനിഷിങ് ആക്കി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള ഒരു വർക്കാണ് എടുത്തിട്ടുള്ളത്. കാണാം ഇവിടെയൊക്കെ വിണ്ട് കീറിയത് ഇനിയുണ്ട്. ഈ ഭാഗത്ത് വലിയ താഴ്ന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ അവർ ടാറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോഡിൻ്റെ വർക്കിനെ പറ്റി കൂടുതലൊന്നും ഇനി പഠിച്ച് പറയേണ്ട ആവശ്യം തോന്നില്ല. നമ്മൾക്ക് കാണിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല എന്ന് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രേ ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ പ്രൊഫഷണൽ രീതിയിൽ പഠിച്ച് പറയേണ്ട ഒരു ചാനലും കൂടെ അല്ല നമ്മൾ.
വളരെ ചെറിയൊരു രീതിയിൽ നാട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനും തുടങ്ങി. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ടിങ്ങനെ വന്നതാണ്. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റിയൊന്നും എനിക്കും അറിയില്ല. ഇവിടെ ഒരു കമ്പീൻ്റെ പണിയൊക്കെ ഈ സൈഡിൽ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് തന്നെ കൂടുതലായിട്ട് അറിയില്ല. നിങ്ങളൊക്കെ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ആയതിന്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോകൾ സ്ഥലങ്ങളൊക്കെ കാണിക്കുക, അത്രയൊക്കെ അറിയുള്ളൂ. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ സമയങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അറിയുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ ഇവിടെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് എന്തിനാ കൂട്ടിയിട്ട്, എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളതൊന്നും കൂടുതൽ ഞാൻ അതിനെപ്പറ്റി അറിയാനും ചിന്തിക്കാനും നിൽക്കലില്ല. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വീഡിയോയിൽ കാണിക്കുക. കഴിഞ്ഞൊരു വീഡിയോയിലാണ് നമ്മൾ കോഴിക്കോട് വർക്കിൻ്റെ തന്നെ കാണിച്ചിരുന്നത്, നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ. അതിൻ്റെ മുൻഭാഗത്ത് നമ്മൾ കുറേ കല്ലുകൾ ലോക്ക് ചെയ്തതിനെ പറ്റി പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് ആളുകൾ കമൻറ്റിലൂടെ പറഞ്ഞത്. ലോക്ക് ചെയ്ത കല്ല് നമ്മൾക്ക് കാണുമ്പോൾ ഇത് ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ മാത്രം ഇങ്ങനെ ലോക്ക് ചെയ്തത് കണ്ടപ്പോൾ എന്താണിത് ഇങ്ങനെയാണെന്നുള്ളൊരു ഞാൻ ഇതിൽ പറഞ്ഞിരുന്നേ. ഈ ഭാഗത്ത് ഒരു മെർജിങ് പോയിന്റ് ഉണ്ട്. അവിടെ ആ കാറ് നിൽക്കുന്ന ഭാഗത്ത് അത് കാണാൻ നമുക്ക് ഇവിടെയൊക്കെ മഞ്ഞ വര വരച്ചിട്ട് ആ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതിലൂടെ സർവീസ് റോഡിലൂടെ അങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് പോകാനുള്ളതാണ്. ഇവിടെ കുറേ മണ്ണ് വേസ്റ്റുകൾ കൊണ്ടുവന്ന് തട്ടിയത് കാണാം നമുക്ക്. മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് ഫ്ലൈ ഓവറിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗത്ത് കുറേ വേസ്റ്റ് ആയിട്ടുള്ള മണ്ണുകൾ തട്ടിയത് കാണാം നമുക്ക്. എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ല. അത് ഇവിടെ സ്റ്റോക്ക് ചെയ്തതാ എന്താ അറിയില്ല. ഈ ഭാഗത്തെ ഒരു സർവീസ് റോഡ് ഒരു ജംഗ്ഷനും കൂടെയാണ്. ഇതാ വണ്ടികളൊക്കെ കടന്നു വന്നില്ലേ. ഇവിടെയോ ഒന്നും ഇതുപോലെ ഉള്ളത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ താഴെ ഭാഗത്ത് അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അതിലൂടെ ആയിരിക്കും ഇനി ആ വാഹനങ്ങളൊക്കെ പോവുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടികളുണ്ട്. റോഡൊന്ന് ക്രോസ് ചെയ്താ ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ താഴ് ഭാഗത്ത് ഈ സർവീസ് റോഡിലൂടെയാണ് ഇത് പോകുന്നത് കേട്ടോ. നമ്മളെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ഇവിടെ ബോർഡ് വെച്ച് കാണാം. NH അധികൃതരുടെ അനാസ്ഥക്കെതിരെ ചിക്കൽ പ്രദേശത്ത് പൊതുജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഹൈവേ ആക്സസിനെതിരെ സർവീസ് റോഡ് ഇരട്ട എതിരെ കാണില്ലേ ബോർഡുകൾ. നിങ്ങൾ തന്നെ വായിച്ചോളൂ. ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോളേജ് ഭാഗത്തേക്ക് പോകുന്നത്. അങ്ങോട്ട് പോയിട്ട് അതിൽക്കൂടെ താഴെ ഭാഗത്തൂടെ നമുക്ക് ഹൈവേയിലേക്ക് കയറി വരാനുള്ളൊരു വഴിയുണ്ട്. പക്ഷെ കുറേ അങ്ങോട്ട് പോകണം. ഇവിടെ നേരിട്ടുള്ള ഒരു ജംഗ്ഷൻ, വലിയൊരു ജംഗ്ഷൻ ഒന്നും ആയിട്ട് ഒരു അണ്ടർപാസോ ഓവർപാസോ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോട് ഭാഗത്ത് ഈ ബൈപ്പാസിൽ ഒരുപാട് അണ്ടർപാസിൻ്റെയും കുറവുണ്ട്. ഓവർപാസ് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ അങ്ങോട്ടാണ് ഒരു റോഡുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലൈ ഓവർ വരുന്നത്. പിന്നെ ഇവിടെ താഴ്ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്ര അടുത്ത് ഒരു അണ്ടർപാസ് ഓവർപാസ് കൊടുക്കാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ വലിയൊരു റോഡാണ് ഈ ഭാഗത്ത്. ഇങ്ങോട്ട് കോളേജിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നൊരു വലിയ റോഡും കൂടെയാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് വാഹനങ്ങളൊക്കെ ഇതിലൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മലാപ്പറമ്പ് ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് ആ ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്താണ് മണ്ണെടുക്കാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്തായിന്ന് നോക്കാം നമുക്ക്. നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഭാഗത്ത് മണ്ണെടുക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ കാണാം നമുക്ക് വലിയൊരു പൈപ്പ്. ഈ പൈപ്പ് പറഞ്ഞാൽ പഴയ നമ്മുടെ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പാണ്. ഈ പൈപ്പാണ് ഇവിടെ മാറ്റി സ്ഥാപിച്ചത്. ഇപ്പം നമ്മുടെ ആ ഭാഗത്ത് പോകുന്ന സർവീസ് റോഡിൻ്റെ ഉൾഭാഗത്തൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ പഴയ ഈ സൈഡിലൂടെ ഇന്ന് പോയിൻ്റത് ആ പൈപ്പാണിത്. ഇവിടെ തന്നെ നമുക്ക് കാണാം വലിയ തോതിൽ മണ്ണെടുത്ത് കഴിഞ്ഞു. ഇനി ഒരുപാട് ഭാഗത്ത് മണ്ണെടുക്കുന്നുണ്ട് അവർ. ഇതാ കാണാം നമുക്ക് മണ്ണെടുത്ത് മാറ്റുന്നത്.
ഇവിടെ ഇനി കോൺക്രീറ്റ് വാളാണ് വരുന്നത്. കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കടകളൊക്കെ കാണാം നമുക്ക്. ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് വരുന്നതാണ് കടകൾ. സർവീസ് റോഡ് മുകളിലൂടെ ആയിരിക്കും, അതുകൊണ്ട് കടകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ആ ഭാഗത്തുള്ള ഷോപ്പുകളിലേക്കൊക്കെ പോകാനൊക്കെ, വണ്ടികളൊക്കെ പോകാൻ, കച്ചവടമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഭാഗത്തുള്ളവരൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയിരിക്കണേ. ഇനി വർക്ക് കംപ്ലീറ്റ് ആവുന്നവരേക്കും അവർ ക്ഷമിച്ച് അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പഴയ പൈപ്പ് കാണാം, വലിയ പൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചളി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ താഴെ ഭാഗത്തൂടെയാണ് ഇപ്പോൾ രണ്ട് സൈഡിലോട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതും മലാപ്പറമ്പ് ഭാഗത്തുനിന്ന് ഇക്ര ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്ന വാഹനങ്ങളാണ് മുകളിലൂടെ പോകുന്നത്. ഇവിടെ താഴ്ഭാഗത്തൂടെ വന്നിട്ട് കുറേ പേര് അവിടെ പോയിട്ട് കറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തുള്ള ബ്ലോക്കുകളൊക്കെ കുറച്ച് ഒഴിവായിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിരുന്നു കുറച്ച് കൂടുതൽ അധികം മണ്ണെടുത്ത് മാറ്റാനുണ്ടായിരുന്നത്. ആ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്തൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വലിയ കൂറ്റൻ കോൺക്രീറ്റ് മതിൽ തന്നെയാണ് വരുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ കാണാൻ. നല്ല രീതിയിൽ വലിയ ഫൗണ്ടേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വർക്കുകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കമ്പികളൊക്കെ. ഈ ഭാഗത്തേക്ക് ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കമ്പി ഇങ്ങനെ പൊക്കിയിട്ട് കാണാം. അവിടെ അതിൻ്റെ അടിഭാഗത്തുള്ള കമ്പി ഫൗണ്ടേഷൻ കൊടുക്കുന്നതിനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെ ഒരു കിണറിൻ്റെ അടിയിലെത്തിയ പോലെ ഉണ്ട്, മഞ്ഞ കളർ മണ്ണാണ്. അപ്പോൾ അവിടെ നമ്മുടെ പാലത്തിൻ്റെ അടുത്ത് വരെ ഇവർ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൈപ്പിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് ഒരു ചെറുതായി പോയിട്ടുണ്ട്. അങ്ങനെ ജോയിൻറ്റിങ് ആക്കിയതാണിത്, ശരിക്ക് ജോയിൻ്റ് ആക്കിയതാണ്. അത് ഇവിടെ സെൻറ്റർ ഭാഗത്ത് ഇതാ ക്രാഷ് ബാരിയറിനുള്ള തുടക്കം ഇട്ടിട്ടുണ്ട്. ഇവിടെ പാലത്തിൻ്റെ അടിയിലൊക്കെ കുറേ മെറ്റലുകൾ, സിമെൻറ്റ് മിക്സൊക്കെ കാണുന്നുണ്ട്. ഇവിടെ റോഡിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കുറേ പേര് ഇപ്പോൾ ആ താഴ്ഭാഗത്തൂടെ വന്നുകൊണ്ട് ഇക്ര ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ആളുകൾ വന്നിട്ട് ഇങ്ങനെ വഴി തെറ്റിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അടിഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു ക്രാഷ് ബാരിയർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വേങ്ങേരി വരുന്ന ഫ്ലൈ ഓവർപാസ് ഇതുപോലെ തന്നെ ഒരു പില്ലറിലാണ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു ക്രാഷ് ബാരിയർ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നിനക്ക് ആദ്യം അണ്ടർപാസ് ഏതാ ഓവർപാസ് ഏതാ പഠിക്കുക എന്നൊക്കെ പറയും കുറേ പേര്. ഇതൊക്കെ ഈ വെയിലത്ത് നടന്ന് വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വായിന്ന് വരില്ല. എങ്ങനെയായാലും നിങ്ങൾക്ക് സംഭവം കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയിൽ ഇവിടെയുള്ള സ്ഥലങ്ങൾ വർക്ക് എത്രത്തോളം ഉണ്ട് അത് കാണിക്കുക എന്നാണ്. എൻ്റെ പറയുന്നതിന് അത്ര പ്രസക്തി കൊടുക്കണ്ട. ഇവിടെ കുറച്ചും കൂടെ വരുമ്പോൾ, മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഇനി ക്രാഷ് ബാരിയറിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിലത്ത് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇനി മണ്ണെടുത്ത് മാറ്റാനുള്ളത്. അവിടെ സർവീസ് റോഡ്, പഴയ നമുക്ക് സർവീസ് റോഡ് ഉണ്ടായിരുന്നു, അതിലൂടെ തന്നെ ഇന്ന് വാഹനങ്ങളൊക്കെ കടന്നു പോയിട്ടത്. ആ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. അവിടെ ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ ഇറ്റാച്ചി കൊണ്ട് മണ്ണെടുക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് ഇനി വീതി കൂട്ടാനുള്ളത്. അപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ശരിയാണ്. ആ ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒക്കെ കോഴിക്കോട് മറ്റേ രാമനാട്ടുകര ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇക്രാൻ്റെ അങ്ങോട്ട് പോകണം എന്നുള്ള വാഹനങ്ങളൊക്കെ അതിലൂടെ, അല്ലാത്ത വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൂടെ ആയിരുന്നു പോയിന്ന്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് ഈ ഭാഗത്തു നിന്നുള്ള മണ്ണുകൾ എടുത്ത് മാറ്റാനുണ്ട്. ആ കാണാൻ നമുക്ക് ആ ഫ്ലൈ ഓവർപാസിൻ്റെ അടുത്തുകൂടെ ഉള്ള ഭാഗത്തു നിന്നൊക്കെ മണ്ണുകൾ എടുത്ത് മാറ്റാനുണ്ട്. ഒരുപാട് മണ്ണുകൾ എടുത്ത് മാറ്റാനുണ്ട്. അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ നേരത്തെ തന്നെ ഈ ഫുട്പാത്തിൻ്റെയും കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിരുന്നു. ഇവിടെ കുറച്ച് ഇളകിയ മണ്ണായതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റി. ആ ഭാഗത്ത് കുറച്ച് സ്ട്രോങ്ങും കൂടാണ്, പാറ പോലെയുള്ളൊരു മണ്ണാണ്. അവിടെ ഇനി
സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കാണോ അതോ കട്ട വെച്ചുള്ളതാണോ കോൺക്രീറ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് വരുമ്പോൾ കാണാം. ആ ഭാഗത്താണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് വാളാണ്. അതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഭാഗത്തും കോൺക്രീറ്റ് വാളായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുമ്പോൾ തൊണ്ടയാട് ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മലാപ്പറമ്പ് ഫ്ലൈ ഓവറിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടൊന്നും പോകണില്ല, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം ബാക്കിയുള്ള കാഴ്ചകൾ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.